ഈ സുഗതനെ കുടുക്കി ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങ് അട്ടിമറിച്ച് ഭരണത്തിൽ വരാം എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നവർക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടിയാണല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം വായിക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ. കോർപ്പറേഷൻ BJPക്ക് ആശ്വാസം, സുഗതൻ പങ്കെടുക്കാതിരുന്നത് ഒരു കൗൺസിൽ യോഗത്തിൽ മാത്രം. ബാക്കിയും കൂടെ വായിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ മുൻപ് നടന്ന 2 കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിലും പങ്കെടുത്തില്ലെന്ന വാദം ശരിയല്ലെന്ന് തെളിഞ്ഞു. ഏപ്രിൽ 27-നും മെയ് 12-നുമാണ് അവസാന 2 കൗൺസിൽ യോഗങ്ങൾ ചേർന്നത്. ഇതിൽ ഏപ്രിൽ 27-ലെ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തതിനുള്ള തെളിവ് പുറത്തുവന്നതോടെ ഒരു യോഗത്തിൽ മാത്രമാണ് സുഗതൻ പങ്കെടുക്കാതിരുന്നതെന്ന് വ്യക്തമായി. ഇത് BJP ഭരണസമിതിക്ക് ആശ്വാസമായി. അയ്യോടേ, അപ്പോൾ സുഗതൻ ഇതിനു മുന്നുള്ള കൗൺസിൽ യോഗങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത് ആരാണ് സുഗതൻ പങ്കെടുത്തിട്ടില്ല, സുഗതൻ ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ആകുമ്പോഴത്തേക്ക് സുഗതൻ്റെ ഇത് പോവും, അയോഗ്യനാവും എന്നൊക്കെ തരത്തിലങ്ങ് പടച്ചു വിട്ടത്? ഇപ്പം എന്തോ ഇരിക്കുന്നു, പവനായി ശവമായ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയോടി? അല്ല, അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുക. ഇതിപ്പോൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയല്ലോടി? അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്തായാലും വല്ലാത്ത രീതിയിലുള്ള ഒരു ചതിയായി പോയി സുഗതൻ കാണിച്ചത് എന്നുള്ളതാണ് പറയാനുള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങ് അട്ടിമറിച്ച് കളയാം, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നവർക്ക് ഇത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ലടേ, ഇത് നേരത്തെ തന്നെ മേയർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, പത്രസമ്മേളനത്തിനിടയിൽ മേയർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ആരുടെ പടച്ചു വിടുന്നത്? ഈ ഇല്ലാത്ത കാര്യമൊക്കെ ആരാണ് പടച്ചു വിടുന്നത്? ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ വാർത്ത വന്നിട്ടില്ലേ, സുഗതൻ ഒരു കൗൺസിൽ യോഗത്തിൽ മാത്രമേ പങ്കെടുക്കാതെയുള്ളൂ. അതായത് സുഗതന് ഇനിയും 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും സുഗതന്റെ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രശ്നമില്ല ഈ ഇടക്കാലത്തൊന്നും എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മിക്കവാറും ജാമ്യം കിട്ടുന്നവരെയും ഇതിങ്ങനെ മുന്നോട്ട് പോകാനായിരിക്കും സാധ്യത കൂടുതലെന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നം കൂടി ആയപ്പോഴത്തേക്കും BJPക്ക് കുറച്ചുകൂടി സമയം കൂടുതൽ കിട്ടാവുന്ന തരത്തിലോട്ട് ഇടതുപക്ഷം ആക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളതെന്ന് പറയുന്നത്. ഇജാതി മണ്ടത്തരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ എന്തൊക്കെയാണ് നടന്നത് ശരിക്കും പറഞ്ഞാൽ? എന്തൊക്കെയാണ് സുഗതന്റെ പേരിൽ അത് ഇത് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ BJPക്ക് കുറച്ചുകൂടി വളം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന തരത്തിലുണ്ട്. ഇടതുപക്ഷം കാര്യങ്ങളാക്കി എന്നുള്ളതാണ് പച്ചയായ സത്യം എന്ന് പറയുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് കളിച്ചത് BJP ആണ്. ഏറ്റവും കൂടുതൽ മട്ടത്തരം കാണിച്ചത് ഇടതുപക്ഷമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും സുഗതന്റെ വിഷയത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ സുഗതന് ജാമ്യം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ കാര്യവും വലതുപക്ഷത്തിന്റെ കാര്യവും ഒക്കെ തന്നെ തീരുമാനമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കൊള്ളാടെ, വല്ലാത്ത കൊലച്ചെറിയായി പോയി സുഗതൻ കാണിച്ചത്. കാരണം സുഗതൻ ആകെ ഒരൊറ്റ കൗൺസിൽ യോഗത്തിൽ മാത്രമേ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ യോഗത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാർത്ത പടച്ചു വിട്ടത് ആരാണ് ശരിക്കും പറഞ്ഞാൽ? കാരണം എന്ന് പറയുന്നത് സുഗതൻ പങ്കെടുത്തിട്ടില്ല, സുഗതൻ വന്നിട്ടില്ല, സുഗതൻ ഈ പറയുന്ന രീതിയിൽ ഇനി ഒരെണ്ണം കൂടെ ആകുമ്പോഴത്തേക്ക് സുഗതന്റെ കസേര തെറിക്കും, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി വിട്ടു. അത് പിന്നെ മാമാമാപ്രകൾ എടുത്ത് അലക്കുന്ന തരത്തിലോട്ട് അതാണ് ഇതാണ് മറ്റാണ്. സുഗതൻ തെറിക്കാൻ പോകുന്നു, BJP തെറിക്കാൻ പോകുന്നു, മേയർ VV രാജേഷിന്റെ കസേര തെറിക്കാൻ പോകുന്നു. എന്തൊക്കെ ആയിരുന്നു ബഹളം! എല്ലാം തീർന്നുവോ? വെടിയും പുകയൊക്കെ തീർന്നുവോ? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. മാപ്രകളുടെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ അട്ടിമറിക്കാൻ നിൽക്കുന്ന എതിർപക്ഷത്തിന്റെയും കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് BJP കുഴിച്ച വാരിക്കുഴിയിൽ ചെന്ന് ഈ പറയുന്ന പ്രതിപക്ഷം ചെന്ന് വീഴുന്ന തരത്തിലോട്ടായി പോയി കാര്യങ്ങൾ എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.